നമസ്കാരം, വേദാന്ത വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അഭിജിത്ത് നക്ഷത്രത്തെക്കുറിച്ചാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് 27 നക്ഷത്രങ്ങളാണുള്ളത്. അശ്വതി, ഭരണി, കാർത്തിക എന്ന് തുടങ്ങിയുള്ള 27 നക്ഷത്രങ്ങളും സ്ത്രീ ഭാവത്തിലുള്ള നക്ഷത്രങ്ങളാണ്. അവയെല്ലാം തന്നെ ചന്ദ്രഭഗവാന്റെ ഭാര്യമാരുമാണ്. നമ്മൾക്കുള്ള ഏക ഒരു പുരുഷഭാവത്തിലുള്ള നക്ഷത്രം എന്ന് പറയുന്നത് അഭിജിത്ത് നക്ഷത്രമാണ്. ഈ അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ അഭിജിത്ത് എന്നാൽ വിജയം കൈവരിക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ അഭിജിത്ത് നക്ഷത്ര സമയത്ത് നമ്മൾ എന്ത് തന്നെ ചെയ്താലും അതൊരു നല്ലൊരു സക്സസ് അല്ലെങ്കിൽ ഒരു വിജയത്തിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ മാസം അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് ഫെബ്രുവരി 25-ാം തീയതി ചൊവ്വാഴ്ചയാണ് വരുന്നത്. അന്ന് പ്രദോഷം കൂടിയാണുള്ളത്. അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാനവും തിരുവോണം നക്ഷത്രത്തിന്റെ ആദ്യവും ചേരുന്ന ഇടയ്ക്കുള്ള ഒരു 24 മിനിറ്റ് സമയമാണ് ഈ അഭിജിത്ത് നക്ഷത്രം ഉള്ളത്. ഇത്രയും ചെറിയൊരു ടൈം ആയതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാവരും ഈ ഒരു ടൈം മിസ്സായി പോകുന്നതാണ്. പക്ഷേ നിങ്ങൾ എല്ലാവരും ഈ ടൈം നോക്കിയിരുന്ന് ആ സമയത്ത് പ്രാർത്ഥനയോടുകൂടി ഇരുന്ന് നിങ്ങളുടെ ഏതാഗ്രഹവും നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഈ അഭിജിത്ത് നക്ഷത്രത്തെ പറ്റി പുരാണങ്ങളിൽ പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മയിൽപീലികൾക്കുള്ളിൽ അഭിജിത്ത് നക്ഷത്രത്തിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു അഭിജിത്ത് നക്ഷത്രത്തിന്റെ സമയത്തിന്റെ പവറിനെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ മറ്റ് തെറ്റായ രീതിയിൽ അതിനെ ഉപയോഗിക്കപ്പെടാതിരിക്കാനും ലോകത്തിന് നാശം സംഭവിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം അതിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അഭിജിത്ത് നക്ഷത്രത്തിന്റെ സമയം എന്ന് പറയുന്നത് 6:18 PM മുതൽ 6:42 PM വരെയാണ്. ഫെബ്രുവരി 25-ാം തീയതി ചൊവ്വാഴ്ച ദിവസം. ഇന്നേ സന്ധ്യ എന്ന് പറയുന്നത് പ്രദോഷം കൂടിയാണ്. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനയുടെ ഫലം ഇരട്ടിയായിട്ട് ലഭിക്കുന്നതാണ്. ഈ അഭിജിത്ത് നക്ഷത്രത്തിന്റെ സമയത്ത് നമ്മൾ എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാത്രം എടുക്കുക. ആ ഒരു പാത്രത്തിനകത്ത് 2 മൺചിരാതിൽ നെയ്വിളക്ക് വെക്കുക. ആ പാത്രത്തിനെ നമുക്ക് പൂക്കളെല്ലാം കൊണ്ട് അലങ്കരിക്കാവുന്നതാണ്. ആ വിളക്ക് നമുക്ക് ഈ അഭിജിത്ത് നക്ഷത്രത്തിൻ്റെ സമയത്ത് നമ്മൾ കത്തിക്കുക. അതായത് 6:18 PM തൊട്ട് 6:42 PM ഈ ഫെബ്രുവരി 25 ചൊവ്വാഴ്ചയാണ് ഈ അഭിജിത്ത് നക്ഷത്രം വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ വിളക്ക് കൊളുത്തിയിട്ട് നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിക്കാം. അതിനായിട്ട് അഭിജിത്ത് സ്തുതി 3 വട്ടം ചൊല്ലുകയും അതിനുശേഷം ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ നാരായണായ എന്ന ഈ ശ്ലോകം 108 തവണ ചൊല്ലുകയുമാവാം. ആ ഒരു സമയത്ത് നമ്മൾ വളരെയധികം പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. മനസ്സിൽ നമ്മൾക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്താണോ അത് ഭഗവാൻ അർപ്പിക്കുക. അതേപോലെ തന്നെ അന്നേ ദിവസം പ്രദോഷം കൂടിയാണ്. പ്രദോഷവ്രതം എടുക്കുന്നവർക്ക് ശിവലിംഗത്തിൽ ധാരയോ പൂജയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഈ അഭിജിത്ത് നക്ഷത്രത്തിൻ്റെ സമയത്തിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ മെസ്സേജ് അയയ്ക്കുക. അഭിജിത്ത് നക്ഷത്രത്തിൻ്റെ ഈ ശ്ലോകം എന്ന് പറയുന്നത് അത് തമിഴിലാണുള്ളത്. ശ്രീ വെങ്കടരാമസ്വാമികളുടെ അഗസ്ത്യ വിജയ എന്ന ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ അഭിജിത്ത് നക്ഷത്രത്തിൻ്റെ ശ്ലോകം. ഞാനത് ഇവിടെ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ നിങ്ങളത് ചൊല്ലുക. വളരെയധികം ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നൊരു സമയമാണ്. എല്ലാവരും അത് മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക. വളരെയധികം പ്രാർത്ഥനയോടുകൂടി ശുദ്ധിയോടുകൂടി ചെയ്യുക. താങ്ക് യു.